എനിക്ക് വയ്യ മരുമകളെ അയച്ചു കൊടുക്കണം പിടിക്ക്. ഇതാണ് മക്കളെ പറ്റി പറയണത്. മരുമകളെ എന്റെ പൊന്നു നിങ്ങളുടെ അടുത്ത മുമ്പ് വന്നത് ആര് ഞാൻ പോട്ടെ കടിക്കണം. ചൂടാക്കാണ് മക്കളെ. ഇന്നത്തെ സ്പെഷ്യല് നത്തോലി മുളകട്ടാണ്. ഞങ്ങളിവിടെ നത്തലി എന്നൊക്കെ പറയും. കുറേ ദിവസമായിട്ട് നത്തോലി ചാകരയാണ്. ദിവസവും കിലോ 100, 1.5 കിലോ 100, 2 കിലോ 100 ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റേറ്റ്. നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ വാങ്ങിയിട്ട് മുളകിട്ട് കഴിഞ്ഞാലും വറുത്ത് കഴിഞ്ഞാലും നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മീൻ കറി കൂട്ടിയിട്ട് ഊണ് കഴിച്ചാലോ? ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചോറ് വിളമ്പാണ്. നല്ല കുത്തിരി ചോറാണ്, വടിമട്ട. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റൈസാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കറി മുളകിട്ടത്, നത്തോലി മുളകിട്ടത് അതെടുത്ത് കുറച്ച് നമ്മുടെ ചോറിലോട്ട് ഒഴിക്കാം. പിന്നെ മീൻ വറുത്തത് അതും കുറച്ചെടുത്ത് ആ ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂട്ടിയിട്ട് നല്ല പോലെ വറുത്തെടുത്താണ് നല്ല മൊരുമൊരാന്നിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ സൈഡായിട്ട് ഉപ്പേരി ഉണ്ട്, വഴുതിനങ്ങ ഉപ്പേരി. തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമുക്ക് സൈഡായിട്ട് വേറൊരു കറിയും കൂടി ഉണ്ട്, കൈപ്പക്കാണ്. കൈപ്പക്ക ഇന്ന് ഉണ്ടാക്കിയല്ല, ഇന്നലത്തെ കറിയാണ്. തേങ്ങ വറുത്തരച്ച് വെച്ച കൈപ്പക്ക കറിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കഴിക്കാനായിട്ട്. തലേ ദിവസത്തെ കറിയാണെങ്കിലും പൊളിയല്ലേ. പിന്നെ നമ്മളെ മീൻ കറി, നല്ല മുളക് കറി, അതും ചോറും കൂട്ടി നല്ല പോലെ കുഴച്ചിട്ട് ആ മീനിൽ നിന്നൊരു പീസ് എടുത്ത ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. സംഭവം കിടിലനായിരിക്കും. കാരണം മുളക് കറി പിന്നെ നത്തോലി ഒന്നും പറയണ്ടല്ലോ. പിന്നെ നമുക്ക് ആ മീൻ വറുത്തത് അതിൽ നിന്നൊരു പീസും കൂടെ വെച്ചിട്ട് ആ ചോറും ആ മീൻ കറിയും കൂടി നല്ല പോലെ കുഴച്ച് കഴിക്കാം. ആ മുളക് കറിയുടെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലും എല്ലാം കറക്റ്റായിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തതാണെങ്കിലും നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ല. അപ്പം നമ്മളെല്ലാം കൂട്ടിയിട്ട് മീൻ വറുത്തതും കറി വെച്ചതും പിന്നെ എന്താ പറയുക വഴുതിനങ്ങ ഉപ്പേരിയും കൈപ്പക്കയും എല്ലാം കൂട്ടിയിട്ട് കഴിച്ച് നോക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. മീൻചാറാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഐറ്റം. ആ മീൻ കറി മാത്രം മതി നമുക്ക് ചോറ് ഒരുപാട് കഴിക്കാനായിട്ട്. അത്രക്കും അടിപൊളിയായിരുന്നു. പിന്നെ കൈപ്പക്ക കറി ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് നത്തോലിയൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട്? എന്താണ് വില, റേറ്റ്, കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.